ഭഗവാൻ ശിവന്റെ അതിശക്തമായ രൂപങ്ങളിലൊന്നാണ് ആഘോരമൂർത്തി. ആഘോരമന്ത്രത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ഉത്ഭവം ഓറിജിൻ. ശിവപുരാണമനുസരിച്ച് പരമശിവന് 5 മുഖങ്ങളാണുള്ളത്, പഞ്ചമുഖങ്ങൾ. അവ സദ്യോജാതം, വാമദേവം, ആഘോരം, തത്പുരുഷം, ഈശാനം എന്നിവയാണ്. ഇതിൽ ദക്ഷിണദിശയിലേക്ക് തെക്ക് ദർശനമുള്ള മുഖമാണ് ആഘോരമൂർത്തി. സംഹാരരുദ്രന്റെ ഭാവമാണിത്. അജ്ഞാനത്തെയും തിന്മയെയും നശിപ്പിക്കാനാണ് ഈ ഭാവം നിലകൊള്ളുന്നത്. 2. അർത്ഥവും ശക്തിയും. അർത്ഥം ഘോരം എന്നാൽ ഭയപ്പെടുത്തുന്നത് എന്നാണർത്ഥം. അതിനു മുൻപിൽ ചേരുമ്പോൾ ആഘോരം എന്നാവുന്നു, അതായത് ഭയമില്ലാത്തത് അല്ലെങ്കിൽ ഭയാനകമല്ലാത്തത്. ശക്തി പ്രപഞ്ചത്തിലെ സർവ്വനിഷേധാത്മക ഊർജ്ജങ്ങളെയും നെഗറ്റീവ് എനർജി ഭസ്മീകരിക്കാൻ ശേഷിയുള്ളതാണ് ഈ മന്ത്രം. ഇത് ഭക്തന് സംരക്ഷണവും ആത്മധൈര്യവും നൽകുന്നു. 3. ആഘോരമന്ത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ആഘോരമന്ത്രം താഴെ പറയുന്നതാണ്. ഓം ഹ്രീം അഘോരേഭ്യോധ ഘോരേഭ്യോ ഘോരഘോരതരേഭ്യഃ സർവേഭ്യഃ സർവശർവേഭ്യോ നമസ്തേ അസ്തു രുദ്രരൂപേഭ്യഃ. 4. ജപിക്കേണ്ട രീതി. ശുദ്ധി. സ്നാനം ചെയ്ത് ശരീരശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി വേണം ജപിക്കാൻ. സമയം ബ്രഹ്മമുഹൂർത്തത്തിലോ സന്ധ്യാസമയത്തോ ജപിക്കുന്നത് ഉത്തമം. ദിക്കുകൾ സാധാരണയായി കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞിരുന്ന് ജപിക്കാം. എന്നാൽ ആഘോരമൂർത്തി ദക്ഷിണാമൂർത്തി ഭാവമായതിനാൽ പ്രത്യേക ഉപാസനകളിൽ തെക്ക് ദിക്കിനും പ്രാധാന്യമുണ്ട്. എണ്ണം 108 തവണ ജപിക്കുന്നത് ഗുണകരമാണ്. 5. ദീക്ഷ വേണോ? ഈസ് ഇനിഷിയേഷൻ റിക്വയർഡ്? ഇതൊരു ഉഗ്രമന്ത്രമാണ്. അതിനാൽ തന്നെ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പൊതുവായ ജപം. ഭക്തിപൂർവം ഈ മന്ത്രം ചൊല്ലുന്നതിന് വലിയ തടസ്സങ്ങളില്ല. താന്ത്രിക ഉപാസന. നിങ്ങൾ ഈ മന്ത്രം സിദ്ധിവരുത്താനോ അല്ലെങ്കിൽ കഠിനമായ താന്ത്രിക വഴിയിൽ ഉപാസിക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കണം. ഉഗ്രമൂർത്തികളുടെ മന്ത്രങ്ങൾ തെറ്റായ രീതിയിൽ ജപിക്കുന്നത് വിപരീത ഫലം നൽകിയേക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഗുരുമുഖത്തുനിന്ന് മന്ത്രം സ്വീകരിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. 6. ഗുണങ്ങൾ ബെനിഫിറ്റ്സ്. ആഘോരമന്ത്രം ജപിക്കുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണങ്ങൾ ഇവയാണ്. ഭയനിവാരണം. മനസ്സിലെ അനാവശ്യ ഭയങ്ങൾ, മരണഭയം എന്നിവ ഇല്ലാതാകുന്നു. ശത്രുദോഷം. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ദൃഷ്ടിദോഷങ്ങളും നീങ്ങാൻ ഇത് സഹായിക്കുന്നു. ആത്മവിശ്വാസം. കഠിനമായ പ്രതിസന്ധികളെ നേരിടാനുള്ള മാനസിക കരുത്ത് ലഭിക്കുന്നു. രോഗശാന്തി. മാറാവ്യാധികളിൽ നിന്നും മാനസിക പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നെഗറ്റീവ് എനർജി. ദുർമന്ത്രവാദം, ബാധകൾ തുടങ്ങിയവയിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ചുരുക്കത്തിൽ, ഭയത്തെ അതിജീവിക്കാനും ആത്മസംരക്ഷണം ഉറപ്പാക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ശിവന്റെ ഈ മന്ത്രം വലിയൊരു അഭയമാണ്. എങ്കിലും ലളിതമായ ശിവമന്ത്രങ്ങൾ, ഉദാഹരണത്തിന് ഓം നമഃശിവായ, ജപിക്കുന്നതുപോലെ അശ്രദ്ധമായി ഇത് കൈകാര്യം ചെയ്യരുത്. പൂർണ്ണമായ ഭക്തിയോടും ആദരവോടും കൂടി മാത്രം ജപിക്കുക. ആഘോര അസ്ത്രമന്ത്രം എന്നത് ഭഗവാൻ ശിവന്റെ ഏറ്റവും ഉഗ്രമായ ആയുധമായി അസ്ത്രമായി കരുതപ്പെടുന്നു. സാധാരണ ആഘോരമന്ത്രത്തേക്കാൾ വേഗതയിലും തീക്ഷ്ണതയിലും ഫലം നൽകുന്ന ഒന്നാണിത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. മന്ത്രത്തിന്റെ സ്വഭാവം. ഇതൊരു അസ്ത്രമന്ത്രമാണ്, അതായത് ലക്ഷ്യസ്ഥാനത്തുള്ള തിന്മയെ തുരത്താനോ നശിപ്പിക്കാനോ പ്രയോഗിക്കുന്ന ഒന്നായി ഇതിനെ കണക്കാക്കുന്നു. തടസ്സങ്ങളെ തകർക്കുന്നതിനും ശത്രുദോഷം ഇല്ലാതാക്കുന്നതിനും ഇതിനോളം ശക്തിയുള്ള മറ്റൊരു മന്ത്രം കുറവാണെന്ന് പറയപ്പെടുന്നു. 2. മന്ത്രത്തിന്റെ ഘടന. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചത് ഓം ഹ്രീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ഘോരഘോരതര തനുരൂപ ചടചട പ്രചട പ്രചട കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഫട്ട് സ്വാഹ. ഈ മന്ത്രത്തിലെ ഓരോ വാക്കുകളും ഒരു ക്രിയയെ സൂചിപ്പിക്കുന്നു: ബന്ധിക്കുക, ജ്വലിക്കുക, നശിപ്പിക്കുക എന്നിങ്ങനെ. 3. പ്രധാന ഗുണങ്ങൾ ബെനിഫിറ്റ്സ്. ശത്രു സംരക്ഷണം. ശാരീരികമോ മാനസികമോ ആയ ശത്രുക്കളിൽ നിന്ന് അസൂയ, കണ്ണേറ്, ശത്രുദോഷം, പൂർണ്ണ സംരക്ഷണം നൽകുന്നു. ബാധൊഴിപ്പിക്കൽ. ദുർമന്ത്രവാദം, നെഗറ്റീവ് എനർജി, പ്രേതബാധ തുടങ്ങിയവയുടെ ഫലങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നു. തീരാവ്യാധികൾ. കഠിനമായ രോഗാവസ്ഥകളിൽ മാനസിക കരുത്ത് നൽകാനും ആയുസ് വർദ്ധിപ്പിക്കാനും വിശ്വാസികൾ ഇത് ജപിക്കാറുണ്ട്. തടസ്സങ്ങൾ നീങ്ങാൻ. ബിസിനസ്സിലോ കുടുംബജീവിതത്തിലോ നേരിടുന്ന കടുത്ത തടസ്സങ്ങൾ നീക്കാൻ ആഘോരാസ്ത്രം സഹായിക്കുന്നു. 4. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വാർണിംഗ്സ്. ആഘോര അസ്ത്രമന്ത്രം ജപിക്കുമ്പോൾ സാധാരണ മന്ത്രങ്ങളെക്കാൾ കൂടുതൽ നിഷ്ഠകൾ പാലിക്കേണ്ടതുണ്ട്. 1. ദീക്ഷ നിർബന്ധം. ഇതൊരു ഉഗ്രമന്ത്രമായതിനാൽ ഒരു ഗുരുവിൽ നിന്ന് ഉപദേശം ലഭിച്ച ശേഷം മാത്രം ജപിക്കുന്നതാണ് സുരക്ഷിതം. ഗുരുമുഖത്തുനിന്ന് ലഭിക്കാതെ ഇത് ജപിക്കുന്നത് വിപരീത ഊർജ്ജം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 2. മനോനില. ദേഷ്യമോ പകയോ മനസ്സിൽ വെച്ച് ഇത് ജപിക്കരുത്. ശത്രുവിനെ നശിപ്പിക്കാൻ എന്നതിലുപരി സ്വയം സംരക്ഷിക്കാൻ എന്ന ബോധത്തോടെ വേണം പ്രയോഗിക്കാൻ. 3. ശുദ്ധി. ശാരീരിക ശുദ്ധി. സ്നാനം, ശുഭ്രവസ്ത്രം പോലെ തന്നെ ആഹാരശുദ്ധിയും മാംസാഹാരം ഒഴിവാക്കുക പ്രധാനമാണ്. 4. സ്ഥാനം.
സാധാരണയായി ശിവക്ഷേത്രങ്ങളിലോ ഏകാന്തമായ സ്ഥലങ്ങളിലോ ഇരുന്ന് ജപിക്കുന്നതാണ് ഉചിതം. 5. ജപിക്കേണ്ട രീതി. സമയം. അർദ്ധരാത്രിയിലോ നിശീഥകാലം അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിലോ ജപിക്കുന്നത് ഏറ്റവും ഫലപ്രദം. എണ്ണം. സാധാരണയായി 108 തവണയാണ് ജപിക്കാറുള്ളത്. ചില പ്രത്യേക പൂജകളിൽ 1008 തവണ ഉരുക്കഴിക്കാറുണ്ട്. വിളക്ക്. ശിവന്റെ ചിത്രത്തിനു മുന്നിലോ ശിവലിംഗത്തിനു മുന്നിലോ നെയ്വിളക്ക് കൊളുത്തിവെച്ച് വേണം ജപിക്കാൻ. ചുരുക്കത്തിൽ, ആഘോര അസ്ത്രമന്ത്രം ഒരു ആയുധം പോലെയാണ്. അറിവുള്ളവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് കൈകാര്യം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഭക്തിസാന്ദ്രമായ അറിവുകൾക്കും മന്ത്രങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ.